ഹലോ ഡിയേഴ്സ്, ഞാൻ രശ്മിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഒരു കുഞ്ഞു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് വിഷുവിൻ്റെ അന്നെടുത്ത വീഡിയോ അല്ല, വിഷുവിൻ്റെ തലേനാളെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉച്ചരിങ്ങിട്ട് ടൗണിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് പ്ലാനിട്ടാണ്. അപ്പോൾ കിട്ടിയോണെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ടൗണിൽ പോവുക, പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പിന്നെ അതിൽ പരം സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സിനൊരു ഷാൾ ഇട്ടിട്ടാണ് പോണത് കേട്ടോ. നമ്മുടെ ടൗണിക്കല്ലേ, ഇത്ര അടുത്തേക്കല്ലേ. ഇനി ഈ ടോപ്പ് അത്ര മുഷിഞ്ഞതൊന്നും അല്ല. ഞാൻ ഏട്ടനും സ്കൂട്ടിയിലാണ് ടൗണിലേക്ക് പോയത്. വിഷു പ്രമാണിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു പർച്ചേസിങ്ങിനൊന്നും അല്ല കേട്ടോ പോണത്. ചെറുതായിട്ട് കുറച്ച് വീട്ടു സാധനങ്ങളും പിന്നെ ഉണ്ണികൾക്ക് വിഷുവിൻ്റെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കണ്ടേ, അതെല്ലാം വാങ്ങിക്കാമെന്ന് കരുതി ഫ്രീ ആയെന്ന് ഇറങ്ങിയാണ്. അപ്പോഴത്തേക്കും കെട്ടിയവനൊരു അർജൻറ്റ് കോൾ വന്നിട്ട് എന്നെ വീടിൻ്റെ പകുതി വഴി കൊണ്ട് ഇറക്കിയിട്ട് മൂപ്പര് അങ്ങോട്ട് പോയി. പിന്നെ ഇത്തിരി കഴിഞ്ഞ് അവരും അച്ചൂട്ടനും കൂടെ ടൗണിൽ പോയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. ചേട്ടൻ്റെ കണ്ണ് തള്ളിയണോ? അച്ഛന്റെ പ്ലാൻ എന്താ അറിയോ? ഞാൻ ഇപ്പൊ എന്നെ എന്തിനാ കൊണ്ടുപോയി രാത്രി ഞാൻ പോയി പടക്കം വേണം പറയല്ലേ, അതിന് രാത്രി എന്നെ കൊണ്ടുപോയില്ല. അതെന്താ മേടിക്കാൻ? അത് നല്ലതല്ലേ അത്ര. അച്ചയുടെ കൂടെ ടൗണിൽ പോയി സാധനം മേടിക്കാന്ന് പറഞ്ഞപ്പോ അച്ചൂട്ടൻ നല്ല പൊലിവിച്ചയാണ്. കൈ നിറച്ച് പടക്കവും പൂത്തിരിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു തെല്ല് വിഷമം മൂപ്പരടുത്ത് ഇല്ല എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ഏട്ടൻ പറഞ്ഞു വൈകിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ച് സാധനം മേടിക്കാം, അങ്ങനെ ഒന്നിച്ച് മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി കമ്മിയൊക്കെ ആവുമല്ലോ, അതുകൊണ്ട് വൈകിട്ട് വരുമ്പോൾ കൊണ്ടാന്നൊക്കെ ഉള്ളൊരു ഡീലിലെത്തിയിരിക്കുകയാണ് അച്ഛനും മോനും. സാധനങ്ങളെല്ലാം അടുക്കളയിൽ തട്ടി ബില്ലും പിടിച്ചെൻ്റെ കെട്ടിയോ എൻ്റെ അടുത്ത് പറയാണ്, ഇനി എന്നെ വൈകിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വിളിച്ചേക്കരുത്, കുറച്ച് ദിവസത്തിന് ഇനി ഈ വീട്ടിലേക്ക് ഒരു സാധനം അടുക്കൊണ്ടില്ല എന്ന്. ഇപ്പം ഈ കൊണ്ടുവന്ന സാധനങ്ങളിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ ഒക്കെ വൈകിട്ട് വിളിക്കുക, ഏട്ടാ അത് വരുമ്പോൾ കൊണ്ടുവരണേന്ന്. അപ്പം എൻ്റെ കെട്ടിയോൻ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയോ, ഇപ്പം അടുത്തല്ലേടി ഞാൻ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിട്ട് വന്നേ, എന്നിട്ട് നീ എന്നെ സാധനത്തിന് വിളിക്കണോ, നിൻ്റെ ഒരു കഥ എന്താ നിൻ്റെ കാര്യം എന്നൊക്കെ കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ അത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും വിളിക്കുകയെന്നൊന്നും ചിന്തിക്കുകയേ ചെയ്യില്ല. വലിയ ഡയലോഗ് അപ്പോൾ പാസ്സാക്കും കേട്ടോ. അച്ചൂട്ടനും എൻ്റെ അച്ഛനും ടി വിയിൽ ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ആ നേരെ കൊണ്ട് ഞാനും എൻ്റെ ആദ്യം കൂടെ എല്ലാ പാക്കറ്റും പൊട്ടിച്ച് ഡപ്പയിലൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചൂട്ടനും കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞു അവിടെ ഇരുന്ന് കളിച്ചോട്ടെ, എന്നെ വിളിക്കേണ്ട അമ്മ, നമുക്ക് രണ്ടും കൂടെ അടുക്കി പെറുക്കി എടുത്തേക്കാം, അവനൂടെ വന്നു കഴിഞ്ഞാൽ വെറും അടിപിടി മാത്രമേ നടക്കുള്ളൂ എന്ന്. പിന്നെ ഞങ്ങൾ ഡപ്പകളിലൊക്കെ എല്ലാം നിറച്ച് എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ആദ്യം സഹായിക്കുക കാരണം കൊണ്ട് എല്ലാം എളുപ്പമായിട്ട് തന്നെ കഴിഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തതാണ്. വലിയ വൃത്തികേടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം പീരീഡ് ആയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ ഒരു മാസത്തിലൊക്കെ ഒരു തവണ ക്ലീൻ ആക്കുമ്പോൾ വലിയതായിട്ട് മുഷിയില്ലല്ലോ. 1-2 മാസമൊക്കെ പിടിക്കുമ്പോഴാണ് നല്ല രീതിക്ക് ഫ്രിഡ്ജൊക്കെ മുഷിയുള്ളൂ. അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകി അതെല്ലാം ഡപ്പയിലാക്കി വെച്ചു. പിന്നെ ഇത് നമ്മൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മൾ വിഷുവിന് ചക്കപ്പുഴുക്കും കഞ്ഞിയാണ് ഉണ്ടാക്കുക. അപ്പോൾ പുഴുക്കുണ്ടാക്കാനും കഞ്ഞിക്കും ആവശ്യത്തിന് വെള്ളപ്പയർ വേണം. അപ്പോൾ വെള്ളപ്പയർ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് വറുത്തതിന് ശേഷം വെള്ളം പാർന്ന് വെക്കുക. അങ്ങനെയാവുമ്പോൾ രാവിലെ നമുക്ക് പണികളും ഈസിയാണ്. പിന്നെ വറുത്ത വെള്ളപ്പയർ ഇട്ടിട്ട് കറി വെക്കുമ്പോഴും കഞ്ഞിയിലിടുമ്പോഴും അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ വരും കേട്ടോ. അപ്പോൾ 1-2 തവണ കഴുകിയിട്ട് പിന്നെ നല്ല വെള്ളം പാർന്ന് വെക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളപ്പയർ രാവിലെ അങ്ങനെ വല്ലാണ്ട് കഴുകി ഊറ്റി കളയേണ്ട ആവശ്യമൊന്നും വരില്ല. അതിൻ്റെ മേലെ പാറി നിൽക്കുന്ന ആ ഒരു വെള്ളപ്പയറൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ ഒരു വെള്ളം തന്നെ നമുക്കത് വേവിക്കാനും എടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങുമല്ലോ. തറവാട്ടിൽ നിന്ന് ഒരു ചക്കയുടെ കഷ്ണം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കൊത്തി അരിഞ്ഞ് നുറുക്കി വെക്കുകയാണ്. രാവിലെ നമുക്ക് മെനക്കേടില്ല, തലേദിവസം തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ എളുപ്പമാവും. ആ ഒരു ദിവസം നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കൊണ്ടുനടക്കാനും പറ്റും. അപ്പോൾ ഞാൻ ചക്കയൊക്കെ നേരേക്കുന്ന നേരെ കൊണ്ട് അച്ഛനും മകനും വീണ്ടും ടൗണിൽ പോയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവർ ഗെയിം കളിക്കുകയായിരുന്നു. ഇടയിൽ രണ്ടും കൂടെ എണീറ്റ് ടൗണിൽ പോയി പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പടക്കവും പൂത്തിരിയും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ചൂട്ടൻ പിന്നെ എനിക്കൊരു ചെവി തല സമാധാനം തന്നിട്ടില്ല. ഒന്ന് വേഗം നന്നാക്കമ്മ, വേഗം പണിയൊരുക്കമ്മ, ഉമ്മർത്തിക്കുക, നിങ്ങൾ പോയിട്ട് പൊട്ടിച്ചോ എന്ന് പറഞ്ഞാലും കേൾക്കൂല, ഞാൻ ചെല്ലുതന്നെ വേണം. അപ്പം എൻ്റെ അടുത്ത് നിന്ന് കുറുകുറാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് സ്പീഡിൽ ചെയ്യമ്മ, വേഗം വാ അമ്മ, എത്ര പറഞ്ഞാലും പോവില്ല. ഞാൻ വേഗം ചക്കയൊക്കെ നുറുക്കി അതാണ് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഉമ്മറത്തേക്ക് ചെന്നു കേട്ടോ. ഓരുടെ കൂടെ പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട്. ഞാൻ ഉണ്ണികളടുത്ത് രണ്ടെല്ലായിടത്തും പറഞ്ഞു തന്നെ കേട്ടോ. നമ്മളുടെ എല്ലാവരുടെയും മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ട് നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് നമുക്ക് പുത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങാന്ന്. പക്ഷെ എൻ്റെ മക്കൾക്ക് അതിനൊന്നുമുള്ള ക്ഷമയില്ല.
ഒന്ന് കത്താതെ അച്ചൂട്ടൻ കത്തിച്ചിട്ട് കത്താണ്ടിരിക്കുന്ന സമയമായിരുന്നേ. അപ്പൊ എന്റെ ആദ്യം ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞു നിന്നാണ്. പെട്ടെന്ന് കത്തിയപ്പോഴുള്ള ആവേശമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടേട്ടോ. ഇങ്ങനെ നീങ്ങോ അച്ചു വിട്ടുപോ നീ അച്ചു ഈ എന്തെത്ര എടുത്തു പോയിക്കണേ അച്ചുട്ടിയെ 260 രൂപയുടെ പടക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രീതിക്ക് ഉണ്ണികൾക്ക് അത്യാവശ്യം പൊട്ടിക്കാനും കളിക്കാനും ഉള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നാളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പടക്കവും പൊട്ടിച്ച് തീരാറായപ്പോ ആദ്യം അച്ചു പറയുന്നുണ്ട് ഞങ്ങളെക്കാളും കൂടുതൽ ഇത്തവണ പടക്കവും പൂത്തിരിയും ഒക്കെ പൊട്ടിച്ചത് അച്ഛനാന്നൊരു സംശയം ഇല്ലാതില്ലാന്ന് കേട്ടോ. എന്നെ കുറെ വിളിച്ചു. എനിക്ക് ഇത് പേടിയാ, ഭയങ്കര പേടിയാ. പൂത്തിരി മാത്രമേ ഞാനത് കൈ പിടിച്ച് ഇങ്ങനെ ഒന്ന് കറക്കുകയാണെങ്കിൽ കറക്കുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് പേടിയാ. ഞാൻ ഉള്ളിലോട്ട് കയറിയേക്കും. അതുപോലെ ഉണ്ണികൾക്കൊരു സമാധാനം കൊടുക്കാണ്ട് അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഭയങ്കര ടെൻഷനുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു പടക്കവും പൂത്തിരിയും കത്തിക്കല്. എന്താണെന്നറിയില്ല, ചെറുപ്പം മുതലേ അങ്ങനെയാണ്. നല്ല ഇഷ്ടമാണ് കാണാൻ, പക്ഷെ ഭയങ്കര പേടിയാണ്. എൻ്റെ അച്ചൂട്ടിക്കാണെങ്കിൽ ഒരു പേടിയില്ല, അതിൻ്റെ ഇരുന്ന് പോരണേ ഇല്ല. അങ്ങനെ അതുമായി കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പറഞ്ഞാൽ കേൾക്കാണ്ട് അവനത് കിട്ടി നോക്കുമ്പോൾ നിന്ന് തുള്ളുവാണ്. നീ നല്ല കാലം എന്ന് വിചാരിക്കുക. കുറച്ച് മേടിച്ചത് കുറച്ചധികം ഉണ്ടായാലും അത് കത്തിച്ച് തീരുന്നവരേക്കും അവൻ അത് കത്തിക്കട്ടെ ചോദിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കും. ഇതാവുമ്പോ ഇന്നും നാളെ കൊണ്ട് തീരുകയും ചെയ്യൂലോ. എന്തായാലും 260 രൂപയ്ക്ക് വിലമതിക്കാനാവാത്ത സന്തോഷം തന്നെ നമ്മുടെ ഫാമിലിയിൽ ഇത്തിരി നേരം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ആഘോഷങ്ങൾ എപ്പോഴും ഫാമിലിയിൽ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് നല്ലത് തന്നെയാണ് അല്ലേ. എന്താ വെച്ചാൽ അതുവരെ ഉണ്ടാവുന്ന എല്ലാ പിരിമുറുക്കവും പിണക്കവും സങ്കടവും അങ്ങനെയുള്ള എല്ലാ പരാതികളും ഒക്കെ മാറി മൊത്തത്തിലൊന്ന് റീഫ്രഷ് ആവാൻ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ലതാണ്. എന്നെ പോലെ ആർക്കെങ്കിലും ഇങ്ങനെ ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനെന്താ പറയണ വെച്ചാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമല്ലോ. മറ്റത് ഓരോരുത്തരും ഓരോരോ വഴിയായിരിക്കും. ചിലർ TV, ചിലർ ഫോണ്. എത്രയൊക്കെ സമയം ഉണ്ടെങ്കിലും മുക്കാൽ സമയം നമ്മൾ ഈ TVക്കും ഫോണിനും വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഇടപഴകുകയും ഒരുമയുണ്ടാവുകയോ അടുപ്പം ഉണ്ടാവുകയോ ഒന്നും ചെയ്യൂല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഏത് എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ അതിനൊരു പരിധിയുണ്ട്. എനിക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും ഇഷ്ടവും ഒക്കെ ഉള്ളത് ഇതുപോലെ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇത്തിരി കമ്മിയാവുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ എന്നെ അത് ഇത്തിരി ബാധിക്കും. അപ്പോൾ ഇത്തിരി വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ വലിയ പൊലിവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഈ ഒരു അവസരത്തിൽ കേട്ടോ. അങ്ങനെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞ് മേലെഴുകലും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നല്ലൊരു സിനിമയും കണ്ട് ഏകദേശം ഒരു 2 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണുള്ളത്. അപ്പോൾ ബാക്കി നമ്മൾ കണി കണ്ട് അങ്ങനെ വിഷു വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വിഷുക്കാലം വളരെ നല്ലതാവട്ടെ. നിങ്ങളുടെയൊക്കെ എല്ലാ നല്ല ആഗ്രഹങ്ങളും നിറവേറട്ടെ. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകളും കൂടെ അറിയിക്കുകയാണ് കേട്ടോ.